കൊച്ചിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി ബേസിൽ നിന്ന് ഇന്ന് തുടങ്ങുന്ന ലെസൺ BHI 142 ഈസ്റ്റ് ഏഷ്യയിലുള്ള ജപ്പാൻ എന്ന കൺട്രിയുടെ അതിൻ്റെ ചരിത്രത്തെ പറ്റിയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ആർക്കിപ്പലേഗ എന്ന് പറയാം. ഇതിന് ജപ്പാനിലെ ഒരു ഐലൻഡ് അല്ല, ഒരു ആർക്കിപ്പലേഗ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഒരുപാട് ഗ്രൂപ്പ് ചെറിയ ചെറിയ ഐലൻഡ്സുകൾ ഇങ്ങനെ മെയിൻലാൻഡ്, അതായത് ഞാനിപ്പോൾ ജപ്പാന്റെ പിക്ചർ ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കിയാൽ കാണാം ജപ്പാൻ ഐലൻഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കാൻ. അപ്പൊ ഇടത്ത് വശത്ത് ജപ്പാൻ സീ ഉണ്ട്, ഈസ്റ്റേൺ സൈഡില് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും റഷ്യയും താഴെ ചൈനയും. അപ്പോൾ ഒരു ഭാഗത്ത് പസഫിക് ഓഷ്യൻ, പിന്നെ ഒരു ഭാഗത്ത് സീ ഓഫ് ജപ്പാൻ, അതിൻ്റെ താഴെ നമുക്ക് ഫിലിപ്പൈൻസിന്റെ ഐലൻഡ് സീ ഉണ്ട്, പിന്നെ ചൈനയുടെ സീ ഉണ്ട്, ഈസ്റ്റ് ചൈന, കിഴക്കൻ ചൈനയുടെ സീ ഉണ്ട്. അപ്പോൾ കിഴക്ക് മുകളിലാണെങ്കിൽ നമുക്ക് റഷ്യയുടെ സീ ഓഫ് ഒക്ടോഷ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഐലൻഡ്സിന്റെ പല പല ഐലൻഡ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവസാനിക്കാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ടോക്കിയോ ഉണ്ട്, ഒസാക്ക ഉണ്ട്, മേജർ ഏരിയാസ്, മേജർ മൗണ്ട് ഫ്യൂജി ഉണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ കാരണം ഇത് എങ്ങനെയാണ് ഉണ്ടായി, ജപ്പാൻ ഐലൻഡ്സ് അല്ലെങ്കിൽ ദ്വീപ സമൂഹം എങ്ങനെ ഉണ്ടായി എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് അവരുടെ ചരിത്രവും അവരുടെ രാജഭരണം അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു പോകാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വളരെ അട്രാക്ഷൻ, അതായത് ജപ്പാനിന്റെ മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് ആയിട്ട് വരുന്നതാണ് ജപ്പാൻ. കാരണം അവരുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, അവരുടെ പരിശ്രമം, അത് ഷോർട്ട് ടൈമില് നമ്മള് വാർ ടൈമില് നാഗസാക്കിയും ബോംബിങ് കഴിഞ്ഞ ശേഷവും അവര് പെട്ടെന്ന് ഇങ്ങനെ അതിലേക്ക് നമ്മൾ ഇവിടെ എത്താൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴും ജപ്പാൻ എല്ലാത്തിലും മുന്നിലാണ്. കാരണം വളരെ പരിശ്രമശാലികളായ ആൾക്കാരാണ് ജാപ്പനീസ്. അവരുടെ സ്ട്രൈക്ക് ഇല്ല, അവിടെ ഏത് വിധത്തിലുള്ള ലോക്ക്ഡൗൺ ഇല്ല. അപ്പൊ അവരുടെ പരിശ്രമശാലി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് അവർ വർക്ക് ചെയ്യുക, വർക്കഹോളിക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച് പോകാൻ പോകുന്നത് ആദ്യമുണ്ടായിരുന്ന മോഡേൺ പീരീഡിന് മുമ്പ് ഉണ്ടായിരുന്ന ഗവൺമെന്റ് എന്താന്ന് വെച്ചാൽ ഫ്യൂഡൽ ലോഡ്സ്, അതായത് ഭൂമി കയ്യിൽ വെച്ചിട്ടുള്ള ഫ്യൂഡൽ ലോഡ്സ്. ഫിഫ് എന്ന് വെച്ചാൽ ലാൻഡ് എന്നാണ് അർത്ഥം, ഭൂമി എന്നാണ് അർത്ഥം. ഫ്യൂഡൽ ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്വത്തിനെ വെച്ചിട്ടുള്ള ഒരു അധിപൻ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഫ്യൂഡൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്തിരുന്നത്, ഫ്യൂഡലിസം എന്ന് പറയാം. ആ ഫ്യൂഡൽ സിസ്റ്റം ആണെങ്കിൽ കൂടെയും അവർക്ക് പവർ കൂടുതലുണ്ടാവും. കാരണം ജന്മികളാണ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജമ്മി എന്ന് പറയും, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ജമീന്ദാർ. ജമീൻ എന്ന് വെച്ചാൽ ലാൻഡിന്റെ ഉടമസ്ഥൻ ജമീന്ദാർ. അപ്പൊ അങ്ങനെ ആ ഭൂപരിഷ്കരണത്തിൽ കൂടെയും അവരുടെ കൺട്രോളിൽ കൂടെയും നമ്മൾ ആധിപത്യം ഗവൺമെന്റ് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോ ഇവിടെ ആദ്യകാലങ്ങളിൽ അവരും ഇതേമാതിരി ഫ്യൂഡൽ ആയിരുന്നു. പതുക്കെ നമ്മള് ഒരു ഗ്രൂപ്പ് മാറാൻ തുടങ്ങി. പതുക്കെ തൊക്കുഗാവ എന്ന് പറഞ്ഞ ഒരു ഡെവലപ്പിംഗ് ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിലാണ് ഇവരുടെ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്. ചേഞ്ചസ് എങ്ങനെ നടക്കുന്നു വെച്ചാൽ പഴയ ജന്മിത്വത്തിൽ നിന്ന് മാറി അത് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു, മോഡേണൈസേഷൻ വരുന്നു, അല്ല പുതിയ ഒരു യുഗത്തിലേക്ക് അവര് പതുക്കെ കയറി പോവാണ്. അതിനെപ്പറ്റിയാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് അവർ അതിലേക്ക് എത്തിപ്പെട്ടതെന്ന് നോക്കുമ്പോൾ തൊക്കുഗാവ ജപ്പാൻ എന്ന് പറയുന്നത് അവര് കമേഴ്സ്യലൈസേഷൻ, അതായത് എല്ലാ വിധത്തിലുള്ള എക്കോണമിയും അതേമാതിരി ബിസിനസ് ചെയ്യുക, സിറ്റീസ് ഉണ്ടാവുക, പഠിപ്പ് വരിക, ലിറ്ററസി വരിക, റെക്കഗ്നേഷൻ,
മെറിറ്റ് ദാൻ ദ സ്റ്റേറ്റസ്. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് പതുക്കെയാണ് അവര് മോഡേണൈസേഷനിലേക്ക് എത്തിപ്പെടുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് കാണാം ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം 19-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്നത്. 19-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്കും ഒരു സ്ട്രോങ് ആയ ഒരു ഇൻഡസ്ട്രിയൽ കൺട്രി ആയിട്ട് വരുന്നതാണ് നമ്മൾ കണ്ടുവരാൻ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ കൂടെ നമ്മൾ പഠിച്ചു പോകാൻ പോകുന്നത് അതൊക്കെയാണ്. തൊക്കുഗാവ എന്നുള്ളത് അവരുടെ ഗ്രൂപ്പാണ്. അപ്പോ ഈ എങ്ങനെയാണ് ഈ ട്രഡീഷൻസ് കിട്ടിയത്? ഈ ട്രഡീഷൻസ് മോഡേൺ ജപ്പാനിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രഡീഷണലി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അതിൽ നിന്ന് സ്ലോലി മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ബാക്കിയുള്ള രാജ്യങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്കും അതുമാതിരി ആവണം എന്നുള്ള ഒരു തോന്നൽ വരും. ആ തോന്നലാണ് അവര് യൂറോപ്പിലുള്ള കൺട്രികളെ പറ്റി കാണുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതേമാതിരി നമുക്കും ചെയ്തുകൂടെ എന്നുള്ള ഒരു തോട്ട് വരികയാണ്. അപ്പോ അങ്ങനെ ആ തോട്ടിൽ കൂടെ അവരുടെ രാജ്യഭരണം, രാജ്യത്തിന്റെ കോർട്ട് ഒക്കെ ഒരു പുതുക്കിപ്പണിയുക എന്ന് വേണമെങ്കിൽ പറയാം. പുതുക്കിപ്പണിതു. പക്ഷെ അത് വളരെ കാലങ്ങളെടുത്തു. ഇങ്ങനെ നമ്മൾ പരിഷ്കാരമായിട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് സമയമെടുത്തു. അതിൻ്റെ കൂടെ പലവിധത്തിലുള്ള ഇൻവെൻഷൻസ്, അതായത് പലതരത്തിലുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ പലതരത്തിലുള്ള സയൻസ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. 18th സെഞ്ചുറിയിൽ സയൻസ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഉത്ഭവം കണ്ടുപിടിക്കുക, ആ കണ്ടുപിടുത്തത്തിലെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിക്കുക, അതിന്റെ നമ്മുടെ ട്രഡീഷനെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ ലാൻഡ് എന്ന് പറഞ്ഞു, അതായത് ഭൂമി എന്ന് പറഞ്ഞു. ഭൂമിയിൽ നമ്മൾ കൃഷിക്ക് ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ ആയുധങ്ങൾ മാറ്റി പുതിയത് ആയുധങ്ങൾ കൊണ്ടുവരാം. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതിന് പണ്ട് കാലത്ത് കാളേനെ ഉപയോഗിച്ചിരുന്ന ഉഴുതു മറിക്കാനായിട്ട് കാളയും കലപ്പയും ഉപയോഗിച്ചിരുന്നാൽ പിന്നെ ഇൻഡസ്ട്രിയലൈസേഷന് ചേർത്തും അതിനുശേഷം അവരെ ട്രാക്ടർ വന്നു. അപ്പോൾ ഒരു മെഷീന്റെ ഉപയോഗവും ട്രഡീഷനിൽ നിന്ന് ഈ മെഷീൻ എങ്ങനെ വന്നു, എങ്ങനെ ഉത്ഭവിച്ചു, ഒരു പുതിയതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം വന്ന ശേഷമാണ്. വന്ന ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചെടുക്കുന്നു, നമുക്ക് എത്രത്തോളം അതിനെ കൊണ്ട് ഉപയോഗപ്പെടും, അതാണ് നമ്മൾ ഈ റീഫോർമുലേഷനിൽ കൂടെ നമ്മൾ കണ്ടുപിടിച്ചു വരുന്നത്. എത്രത്തോളം നമുക്ക് ഉപകാരപ്പെടുമോ, ട്രഡീഷനിൽ നമ്മൾ മാറി വരികയാണെങ്കിൽ കൂടെയും അതിന് നമ്മൾ യൂറോപ്യൻ മോഡൽസ് കണ്ടുപിടിച്ചെങ്കിൽ കൂടെയും ഏതൊക്കെ വിധത്തിൽ അത് നമ്മുടെ പരിഷ്കാരമായ ജീവിത ചരിത്രത്തിൽ അത് ഉപയോഗപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കുക. അവര് ജാപ്പനീസ് മനസ്സിലാക്കിയിട്ടാണ് അവരെ ഉപയോഗപ്പെടുത്താണ്. ഇനി ഇതിടെ ഈ ഈസ്റ്റ് ഏഷ്യയില്, അതായത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തില് ഈസ്റ്റ് ഏഷ്യയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ജപ്പാനുള്ള കിടക്കുന്നത്. ജപ്പാന്റെ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ദ്വീപിന്റെ സമൂഹങ്ങളാണ്, ഗ്രൂപ്പാണ്, ഒരു ദ്വീപല്ല, ദ്വീപിന്റെ ഗ്രൂപ്പാണ്. 4 മെയിൻ ഐലൻഡ്സ് ഉണ്ട്. അതുകൂടാതെ ചെറിയ ഐലൻഡ്സ് ഉണ്ട്. ഫിസിക്കലി അത് ഒന്നിനൊന്ന് തൊട്ട് കിടക്കുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നു എങ്കിൽ കൂടെയും അത് 4 ഏറ്റവും വലിയ ഐലൻഡ്സിന്റെ കൂടെ കണക്ഷൻ വിട്ടുപോയിട്ടില്ല. പക്ഷെ അതിന്റെ ഫിസിക്കലി, അതായത് ജോഗ്രഫിക്കലി അത് ദൂരെയാണെങ്കിൽ കൂടെയും അതിന്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെതായ പരിഷ്കാരങ്ങളോ മെയിൻ ഐലൻഡ് 4 മെയിൻ ഐലൻഡിന്റെ പരിഷ്കാരങ്ങളോ അവർ ചെയ്യുന്ന മെത്തേഡ്സും ഒക്കെ തന്നെയാണ് ഈ ചെറിയ ചെറിയ ദ്വീപിലും കൈക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ് കണക്ഷൻസ് വെച്ചോണ്ടിരുന്നത് വെച്ചാൽ മാരിടൈം കണക്ഷൻ ആണ്. അതായത് കപ്പല് അല്ലെങ്കിൽ സീ വഴിയുള്ള അല്ലെങ്കിൽ നാവികസേന വഴിയുള്ള കണക്ഷൻസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോ
നമുക്കിവിടെ കാണാം കടലിടുക്ക് തുഷിമ ജപ്പാന്റെയും കൊറിയൻ പെനിൻസുലേന്റെയും, പെനിൻസുല എന്ന് വെച്ചാൽ 3 ഭാഗം വെള്ളം, ഇന്ത്യൻ പെനിൻസുല ആണ്. ഇന്ത്യക്ക് 3 ഭാഗത്ത് വെള്ളം, ഒരു ഭാഗത്ത് ലാൻഡ്, അതായത് അറേബ്യൻ സീ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ ഓഷ്യൻ. അപ്പൊ ആ പെനിൻസുല അത് ആ ഷേപ്പാണ് വരുന്നത്. കൊറിയൻ പെനിൻസുലയുടെയും ജപ്പാന്റെയും ഇടയില് ഒരു 120 മൈലാണ് വീതിയുള്ളത്. ഈ സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ കടലിടുക്കെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കൊറിയൻ കണക്ഷൻസ് ഉണ്ട്. അപ്പോ ഇതുവഴി അവർക്ക് വന്ന് അവരുടെ ലാൻഡിൽ വരാനും സാധനങ്ങൾ കണ്ട് മനസ്സിലാക്കാനും അവർക്ക് ജാപ്പനീസ് ഐലൻഡ്സിലേക്ക് അവര് വന്നിരുന്നു എന്ന അർത്ഥം, ഏഷ്യയില്. ഇനി ഫോർമേഷൻ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് ഇത് വളരെ പെട്ടെന്നുള്ള ഒരു ഇതൊന്നും അല്ല. അതായത് നമ്മൾ മില്യൺ ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ അതായത് നമ്മളുടെ കടലിൽ ഈ പ്ലേറ്റ്സ് ഉണ്ട്. അതായത് പാല് കാച്ചി വെച്ച് കഴിഞ്ഞാൽ പാലിന്റെ മേലെ ആടകൾ മാരി കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അതാണ് ലാൻഡ്. അപ്പൊ ഈ ഗ്ലോബലി വെള്ളമാണ് ജോഗ്രഫിക്കലി കൂടുതൽ. അപ്പോൾ ഈ ലാൻഡ് എന്ന് പറയുന്നത് കുറച്ചാണ്. ഇതിന്റെ കടലിന്റെ അടിയിൽ പ്ലേറ്റ്സ് ഉണ്ട്, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയും. അത് തമ്മിൽ ഇങ്ങനെ ഒഴുകി വന്ന് കൂട്ടിയിടിക്കുമ്പോൾ അപ്പോഴാണ് സാധാരണമായിട്ട് നമ്മളുടെ നാട്ടിൽ തന്നെ എർത്ത്ക്വേക്ക്, ഭൂകമ്പം, അല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻ, ലാവ പൊട്ടുക, അല്ലെങ്കിൽ വോൾക്കാനോസ് പൊട്ടുക. ഈവൻ കടലിലും വോൾക്കാനോസ് ഉണ്ട്, അത് പൊട്ടുന്നു. അപ്പൊ ഇങ്ങനെ ഈ ആയിരക്കണക്ക് മില്യൺ കണക്ക് ഐലൻഡില് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊളീഷൻ കാരണം 4 ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ കൊളീഷനാണ് 4 ഐലൻഡായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ എർത്ത്ക്വേക്ക് ഉണ്ടാവുന്നു, ഭൂകമ്പം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വോൾക്കാനോ എറപ്ഷൻ ഉണ്ടാവുന്നു. ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ഇവർക്ക് ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ജീവിച്ച് മരിച്ചവർക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ ഇവിടെ ഇതുമാതിരിയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകും എന്നുള്ള അറിവ് അവർ നേടി. അപ്പോൾ ആ അറിവനുസരിച്ച് അവര് കിട്ടിയ അറിവനുസരിച്ച് അവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ പഠിച്ചു. അപ്പോ ഈ നമ്മളുടെ സ്വയം അനുഭവമാണ് ഗുരു എന്ന് പറയില്ലേ? അപ്പൊ അതേമാതിരിയാണ് ജപ്പാനിലും അവരുടെ അനുഭവത്തിനെ ഒരു ഗുരുവാക്കി അവന് ഇനി ഫ്യൂച്ചറിൽ വന്നാൽ എന്ത് ചെയ്യണം, അതിനുള്ള പ്രിക്കോഷൻ എടുക്കുക. അല്ലെങ്കിൽ ഇനിയും പല സുനാമി കൂടുതലായിട്ട് വരുന്നത് ജപ്പാനില, കാരണം കടലിന്റെ ആ ഫോഴ്സിൽ ജപ്പാനിൽ വരും. അപ്പൊ അതുകൊണ്ട് അത് അവർ കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചറിഞ്ഞ് അതിനുള്ള പ്രിക്കോഷനും എടുത്ത് അതിനെ തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സമാളിക്കേണ്ടതെന്ന് അവര് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരക്കണക്കിന് മില്യൺ കണക്കിനുള്ള വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കൊളീഷൻ കാരണം അല്ലെങ്കിൽ കൂട്ടിയിടിക്കൽ കാരണം ഉള്ള ടെക്ടോണിക് പ്ലേറ്റിന്റെ, ഭൂമിശാസ്ത്രപരമായ ടെക്ടോണിക് പ്ലേറ്റിന്റെ കൂട്ടിയിടിക്കൽ കാരണമാണ് ഈ ഐലൻഡ് സമൂഹം ഉണ്ടായിട്ടുള്ളത്. അടുത്തതായിട്ട് അവിടെ അഗ്രികൾച്ചറിൽ അവർ എന്ത് ചെയ്യുന്നു? സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. കാരണം ആ 80% മൗണ്ടൻ ആണ്. ടെറൈൻ എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രപരമായി ഭൂമിനെയാണ് നമ്മൾ ടെറൈൻ എന്ന് പറയാ. മൗണ്ടൻ എന്ന് വെച്ചാൽ മലകളാണ്. അത് എത്ര ഹൈറ്റ് ഉള്ള മലകളാണ്, 2000-3000 മീറ്റർ ഹൈറ്റ് ഉള്ള മലകളാണ്. അതേമാതിരി സ്റ്റീപ്പ് ആയിട്ടുള്ള കർവും ഉണ്ടാവും. അപ്പൊ വാലീസ് ഉണ്ട്, ഈ വാലീസിൽ കൂടെ സ്ട്രീംസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് വാട്ടർ മാനേജ്മെന്റ്, ഇത്രയും വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ വീഴുമ്പോൾ വെള്ളം എങ്ങനെ അതിനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഒരു അറിവ് അവർ നേടി. അങ്ങനെ ആ അറിവ് കൊണ്ട് അവര് സൊഫിസ്റ്റിക്കേറ്റഡ് വാട്ടർ മാനേജ്മെന്റ് ടെക്നിക്സ് പഠിച്ചു. ഇതുകൂടാണ്ട് ഈ ലാൻഡില് ഉള്ള കുറച്ചേ ഉള്ളൂ, 80% മൗണ്ടൻസ് ആണെങ്കിൽ ബാക്കി 20% ലാൻഡിൽ എങ്ങനെ ചെയ്യാം, എങ്ങനെയായിരിക്കാം അഗ്രികൾച്ചർ കൃഷി ചെയ്യേണ്ടത്. കൃഷി ചെയ്യുമ്പോൾ അവർ ഈ സ്ലാഷ് ആൻഡ് ബേൺ, നമ്മുടെ നോർത്ത് ഇന്ത്യയിലും അത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കൃഷിയുടെ വിളവെടുത്ത ശേഷം അതിനെ കത്തിക്കും, കത്തിച്ച് കളഞ്ഞിട്ട് അടിച്ച് വറുത്ത്. അപ്പൊ കത്തിച്ച് കളയുമ്പോഴത്തേക്കും തീയിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ട് അടിക്കുക. അപ്പൊ അതിന്റെ ഈ
ഫെർട്ടിലിറ്റി ഇംപ്രൂവ്മെന്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡ് അവർ അഡോപ്റ്റ് ചെയ്തെടുത്തു. കാരണം അതിനെ ഉടനെ തന്നെ ഒരു ഒരു ഹാർവസ്റ്റിംഗ് കഴിഞ്ഞ് അതിനെ കത്തിച്ച് അതിനെ അടിച്ച് ഇളക്കി മറിക്കിയിട്ട് അടുത്ത വിളവ് ഇറക്കാനുള്ള ഒരു ടെക്നിക്കാണിത് സ്ലാഷ് ആൻഡ് ബേൺ. ഇന്ത്യയിലും ഉപയോഗിക്കുന്നുണ്ട് ഈ സ്ലാഷ് ആൻഡ് ബേൺ, ഇപ്പോഴും നടന്നു വരുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോ ഈ കൾട്ടിവേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഓരോ സ്റ്റീപ്പായിട്ടുള്ള ഹിൽ സൈഡിൽ കൂടെ വി ക്യാൻ എന്താ പറയാ സ്റ്റെപ്പ് മാതിരിയുള്ള കൾട്ടിവേഷൻ നടത്താൻ പറ്റും, ഫ്യൂവൽ ആയിട്ടുള്ള കൾട്ടിവേഷൻ നടത്താൻ പറ്റും, മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള ഫോഡർ അല്ലെങ്കിൽ അതുങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ കൾട്ടിവേഷൻ ചെയ്യാൻ പറ്റും. അത് ചെയ്യുമ്പോഴത്തേക്കും ഈ വെള്ളം താഴെ പോവാണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മലയിന്റെ അടിവാരത്തിൽ ചെയ്യുമ്പോൾ അവര് വെള്ളം മണ്ണ് ഒളിച്ചു പോകാണ്ടിരിക്കാനും ഇറോഷനും ഫ്ലഡിങ്ങും അതിനൊക്കെ ഒരു കൺട്രോൾ വരുത്തുന്ന വിധത്തിലുള്ള കൾട്ടിവേഷനാണ് അവര് ചെയ്തിരുന്നത്. അതുകൂടാണ്ട് ഭയങ്കരമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ഈ ഫോറസ്റ്റ് ഏരിയയിൽ ബാക്കിയുള്ള 70% ജപ്പാനില് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതും അവര് എന്താ പറയാ ഈ കാട് മാതിരി വലിയ കാട് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന മരങ്ങൾ വെച്ചിട്ട് അവര് വീടുകളും മരം കൊണ്ടുള്ള വീടുകളാണ് അവർ സാധാരണ ചെയ്യാറ്. കാരണം അതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ് അവർക്ക്. അതുകൊണ്ട് ഇനി ഇത് മാത്രം ജപ്പാൻ എങ്ങനെയാണ് പ്രത്യേകമായിട്ട് എക്സെപ്റ്റ് ആയത്, അല്ലെങ്കിൽ ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജപ്പാനിനെ പറ്റി ജപ്പാൻ ഒരു വളരെ സാമർത്ഥ്യമുള്ള ഒരു കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ട്. അത് വേൾഡ് വാർ പീരീഡിൽ അത് നമുക്ക് കാണുന്നുണ്ട്. അത് എന്തിനാണ് ഈ രാജ്യത്തിന് ഇവിടെ ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യം? ഇന്റർപ്രിട്ടേഷൻ എന്ന് വെച്ചാൽ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവരുടെ ശീലങ്ങൾ, അവരുടെ ജീവിത രീതി, അവരുടെ എല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷനെ കൊണ്ട് അവർ ഉപയോഗിക്കുക. അവരുടെ സൊസൈറ്റിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഗ്രൂപ്പിനെ ഇന്റർപ്രിട്ടേഷൻ അവർ കൊണ്ടത്. കാരണം ലാംഗ്വേജ്, സംസാരിക്കുന്ന ഭാഷയും മനസ്സിലാക്കുന്ന ഭാഷയും എഴുതുന്ന ഭാഷയും ഒക്കെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ വരുന്നുണ്ട് അതിലേക്ക്. ഓക്കെ, ഇതില് ഈ ഐസൊലേഷൻ എങ്ങനെ ഒറ്റപ്പെടൽ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അവരുടെ മതപരമായിട്ടും ഫിലോസഫിക്കൽ തോട്ട് മുഖാന്തരവും അത് ജപ്പാൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ബാക്കി ഏഷ്യൻ കൺട്രിയിൽ ജപ്പാൻ തനിച്ചു നിൽക്കുന്ന ഒരു കൺട്രി മാതിരി വരുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെ ബാക്കിയുള്ള കൺട്രികളൊക്കെ ഏഷ്യൻ കൺട്രിയിൽ ബാക്കിയുള്ളതൊക്കെ മോഡേണൈസ് ആയിട്ട് കൂടിയും ഇവർക്ക് ഇവരുടെ പഴയ ട്രഡീഷൻസ് ഇപ്പോഴും ഫോളോ ചെയ്തു പോകുന്നവരാണ് ജാപ്പനീസ്. അപ്പൊ അവരുടേതായ ഒരു ഐഡന്റിറ്റി, അവരുടേതായ തനിമ അവർ നിലനിർത്തിയിരുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലുള്ള ട്രഡീഷൻസ് എന്തായിരുന്നു അതേമാതിരി അവരിതൊന്നും ഇഗ്നോർ ചെയ്തിട്ടില്ല. എന്തൊക്കെ കാരണങ്ങൾ വന്നാലും ഏതൊക്കെ കോളനിയിലായാലും അവരുടെ പ്രത്യേകമായിട്ട് ഈ ഡെവലപ്മെന്റിനെ കുറച്ച് ചെറുത്ത് നിർത്താനും അല്ലെങ്കിൽ പതുക്കെ പോകാനും അവർക്ക് അറിയാമായിരുന്നു. ഓക്കെ, ഇനി ലാംഗ്വേജ്. ഇവരുടെ ലാംഗ്വേജ് തൊട്ടടുത്ത് കിടക്കുന്ന ചൈനീസ് ലാംഗ്വേജിൽ നിന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ചൈന ആദ്യത്തെ നമ്മൾ സിവിലൈസേഷൻ പഠിക്കുമ്പോൾ മേജർ 4 സിവിലൈസേഷൻസിൽ ഒന്ന് ചൈനീസ് സിവിലൈസേഷനാണ്, പിന്നൊന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈ 4 സിവിലൈസേഷനാണ് ആദ്യകാല ഏർലി സിവിലൈസേഷൻസ്. അപ്പോൾ ഈ ചൈനീസ് സിവിലൈസേഷൻസിൽ ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് ഈസ്റ്റേൺ കൺട്രികളിലും അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെ ഇത് കാണാൻ പറ്റും. ഇവിടെ ചൈനീസിന്റെ ലാംഗ്വേജ്, ചൈനീസിന്റെ ഫിലോസഫി, ചൈനീസിന്റെ റിലീജിയൻ എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ചൈന മാത്രമല്ല, ജപ്പാനിൽ അവര് അതൊക്കെ അതായത് നെയ്ബർ കൺട്രികളിൽ അടുത്ത അയൽവാസികളുടെ
വികാരങ്ങൾ നമ്മൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇതിൽ ജപ്പാനില് കൊറിയ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു, മാപ്പിൽ കാണിച്ചു, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഓൺ ദ ഈസ്റ്റേൺ സൈഡിലുണ്ട്. അതിന്റെയും വിയറ്റ്നാമിന്റെയും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇത് മുഴുവനും എല്ലാം ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത മാതിരിയുള്ള ഫീലിങ്സ് ഓടെയാണ് അവർ കാണുന്നത്. റിലീജിയസ് ആയിക്കോട്ടെ, മതപരമായാലും സോഷ്യൽ ഫിലോസഫിക്കൽ തിങ്കിങ് ആയാലും അവരൊക്കെ ചൈനീസിന്റെ ലാംഗ്വേജും, അതായത് ഒരു എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് പഠിച്ചിട്ടുള്ള ഒരു സാമാന്യം മേൽക്കോയ്മയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയാം. അത് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാംഗ്വേജ് കാരണം ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, ടെൻഷൻസ് ഉണ്ട്. അതേ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ചൈനീസിന്റെ കൺട്രോളും ഒന്ന് ഇവിടെ കാണാൻ പറ്റും. പതുക്കെയാണ് വരുന്നത്. ഇനി ചൈനീസിന്റെ ലാംഗ്വേജ്, ചൈനീസ് ലാംഗ്വേജ് ഇവര് അഡോപ്റ്റ് ചെയ്തത് 8ാമത്തെ സെഞ്ചുറിയിലാണ്. അഡ്മിനിസ്ട്രേഷനിൽ ജപ്പാൻ ചൈനീസിന്റെ ലാംഗ്വേജ് എടുത്തിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ഒഫീഷ്യലി കൾച്ചറലി അത് അവർ അക്സെപ്റ്റ് ചെയ്യണം 8ാമത്തെ സെഞ്ചുറിയിൽ അല്ലെങ്കിൽ 8ാം യുഗത്തിൽ. ഇതിന് ജാപ്പനീസ് ലാംഗ്വേജിൽ പോളിസിലിബിക് ആണ്. ആൻഡ് ഇതിന്റെ ലാംഗ്വേജ് മോണോ അല്ല, പോളിസിലിബിക് ആണ്. ചൈനീസിനെ കാട്ടി കുറച്ച് വ്യത്യാസമുണ്ട്. അവരുടെ കൂടുതലായിട്ടുള്ള മോണോ എന്ന് വെച്ചാൽ 1, ഇവിടെ പോളിയാണ്. പോളി എന്ന് വെച്ചാൽ കൂടുതൽ. ഇവിടെ ഐഡിയോഗ്രാം, എക്സ്ക്യൂസ് മീ, ജാപ്പനീസ് ചൈന എടുത്തുള്ള ഐഡിയോഗ്രാംസ്, കഞ്ചി എന്ന് പറയുന്നത്, അതും എടുത്ത് അതിന്റെ കൂടെ 2 ആൽഫബറ്റ്സ് കൂട്ടി ഒരു ചെറിയ വ്യത്യാസം വരുത്തുണ്ട്. പിക്ചർ ഐഡിയാസ് എടുത്തിട്ടുണ്ട്, പിക്ചർ മാതിരി ഉണ്ടാവും. അതേസമയം തന്നെ അവർ ചൈനീസിന്റെ ഐഡിയോഗ്രാം എടുത്തു, ജാപ്പനീസ് ലാംഗ്വേജിന്റെ കൂടെ 2 ആൽഫബറ്റ് പുതിയതായിട്ട് ഉണ്ടാക്കി. അങ്ങനെ എങ്ങനെയാണോ ജാപ്പനീസ് ലാംഗ്വേജ് എഴുതുന്നത്, സംസാരിക്കുന്നത്, അതേമാതിരി തന്നെയാണ് എഴുതുന്നത്. ജാപ്പനീസ് ലാംഗ്വേജിൽ അങ്ങനെയാണ് വരിക, എഴുതുന്നമാതിരി തന്നെ വരുന്നു സംസാരിക്കുമ്പോഴും. ചൈനീസ് ലാംഗ്വേജിൽ മാൻഡറിൻ എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ അവർക്ക് കോമ്പിനേഷൻസ് ഉണ്ട്, പല വിധത്തിലുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ലാംഗ്വേജസ് വളരെ പോപ്പുലറാണ്, ആ കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായി. ലോക്കൽ ആൽഫബറ്റും മനസ്സിലാക്കാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വിധത്തിലായതുകൊണ്ടാണ് ഈ പിക്ചർ ഫോർമാറ്റിൽ വരുന്നത്. അല്ലെങ്കിലും വലിയ പഠിപ്പില്ലെങ്കിലും പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലും പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇനി ഇന്നൊക്കെ പഠിക്കാൻ എങ്ങനെ പഠിച്ചു അവര്, എങ്ങനെയാണ് ഈ ജാപ്പനീസ് ഹിസ്റ്ററിനെ പറ്റി പഠിച്ചിട്ടത്? ആ ജാപ്പനീസ് ഹിസ്റ്ററിനെ പറ്റി പഠിച്ചത് മുഴുവനും അവരുടെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ആണ്. പല വിധത്തിലുള്ള ചരിത്രപരമായ കാര്യങ്ങൾ, പിന്നെ ഓരോ മിഷനറി, വെസ്റ്റേൺ മിഷനറി വരുമ്പോഴും അതേമാതിരി തന്നെ ജാപ്പനീസിന്റെ റൈറ്റിങ്സ്, അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അത് പൗരസ്ഥമായ സ്ഥലങ്ങളിൽ വന്നിട്ട് ആൾക്കാർ വന്ന് പാശ്ചാത്യർ വന്നു പോകുമ്പോൾ എഴുതുന്ന കഥകൾ, നമ്മളുടെ ട്രാവലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോരുത്തർ വരുമ്പോൾ അവര് കാണുന്നത് എഴുതുന്നു, അവരുടെ ഭാഷയിൽ എഴുതുന്നു, പിൻകാലത്ത് അത് നമുക്ക് ഉപയോഗിക്കപ്പെടും. സോഴ്സ് ആണത്, എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഇനി ചൈനീസ് ലാംഗ്വേജിന്റെ പിക്ചർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത്രയും പിക്ടോറിക്കൽ സ്ക്രിപ്റ്റ് മാതിരിയാണ് അവരുടെ ചൈനീസ് ലാംഗ്വേജ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും ഏകദേശം കുറെ ഉണ്ടെങ്കിൽ കൂടെയും ജാപ്പനീസിന്റെ ലാംഗ്വേജിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിക്ചറാണ്, എല്ലാത്തിനും ഒരു പിക്ചർ ഫോമിലായിട്ടാണ് കൊണ്ടുവരുന്നത്. ജാപ്പനീസ് ലാംഗ്വേജ് പോളിസിലബിക്, കൺജുഗേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്. ചൈന ലാംഗ്വേജിനെക്കാട്ടിലും വ്യത്യാസമുണ്ട് ജാപ്പനീസ് ലാംഗ്വേജ്. ചൈനീസിന്റെ ഐഡിയാസ് എടുത്ത് അതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആൽഫബറ്റ് കൂട്ടി, പിന്നെ അവരുടെ അവരുടെ പിക്ചർ ഫോം എടുത്ത് ജാപ്പനീസ് അവരുടേതായ തരത്തിൽ സ്വന്തം ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുകയാണ്.
അപ്പോ ഈ ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ട്, അതായത് ഏകദേശം ഒരേ മാതിരി ഇരിക്കുന്നതുകൊണ്ട്, ഇപ്പൊ നമ്മൾ സാൻസ്ക്രിറ്റിൽ നിന്ന് തെലുങ്ക്, തമിഴ്, ബാക്കിയുള്ള മലയാളം ലാംഗ്വേജസ് ലിപികൾ എടുത്തിട്ടാണ് നമ്മൾ സ്വന്തമായിട്ടുള്ള ലാംഗ്വേജസ് മാറ്റുന്നത്. അപ്പൊ ഏകദേശം ഒരു സിമിലാരിറ്റി കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഇവിടെയും ചൈനീസിന്റെ ലാംഗ്വേജിൽ നിന്ന്, ചൈനീസ് സിവിലൈസേഷനിൽ വന്നപ്പോൾ കുറച്ച് പഠിത്തമുള്ളവർ ഉപയോഗിച്ചതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് മാറ്റി അതിനെ നമ്മൾ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അവർ ജാപ്പനീസ് ലാംഗ്വേജ് ഉണ്ടാക്കി. ഇത് കണ്ടോ, ജാപ്പനീസ് ലാംഗ്വേജ് ഓരോ വേർഡിനും അവര് ഓരോ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പിക്ചറൈസ് ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാനും അതിനെ എഴുതാനോ വായിക്കാനോ അറിയില്ലെങ്കിൽ കൂടെയും, ഇത്തിരി ഡിഫിക്കൽട്ടാണ് ഇത് പഠിക്കാനായിട്ട്, എന്നാൽ കൂടെയും മനസ്സിലാക്കാൻ പറ്റും ആ പിക്ചർ ഫോമിൽ നിന്ന്. ഇനി പൊളിറ്റിക്കലി ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത് കൺട്രി ഡിവിഷൻ? ആ ഏറ്റവും രാഷ്ട്രീയമായിട്ട് ഡിവൈഡ് ചെയ്ത പീരീഡ് ക്ലാസിക്കൽ പീരീഡ് എന്നാണ് അതിന്റെ പേര്, ഹൈനാൻ എന്നാണ് പേര്. ആ പീക്ക് ജാപ്പനീസിന്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമയമാണ് ജാപ്പനീസ് സിവിലൈസേഷൻ പൊളിറ്റിക്കലി. ഈ ഹെനൈൻ പീരീഡില് ഇമ്പീരിയൽ ഗവൺമെന്റ് ഡോമിനന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭയങ്കര പവർഫുൾ ഉള്ള ഗവൺമെന്റ് ആയിരുന്നു. അതിനുശേഷം വന്നത് വാരിയർ ഗവൺമെന്റ്, അതായത് യുദ്ധ പോരാളികൾ, ബക്കാഫു എന്നാണ് അവരുടെ പേര്, ബക്കാഫു ഓഫ് കമക്കൂറ എന്ന് പറയും. ഇവര് അതായത് വാളെടുത്ത വാരിയർ, അതായത് നമ്മളുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ക്ഷത്രിയ ധർമ്മം, ക്ഷത്രിയ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഇവിടെ കോർട്ട് റെസ്ട്രേഷനില് ഇമ്പീരിയൽ പവർ, ആ പവർ ഇവിടെ തിരിച്ചു കൊണ്ടുവരാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെയും പതുക്കെ ഈ വാരിയർ ഹൗസ്, അതായത് ക്ഷത്രിയ പടയാളികൾ വേണമെങ്കിൽ പറയാം, അവരിലേക്ക് പവർ മാറിപ്പോകുന്നു. പിന്നെ ആഷിഗാഗ ഓർ മുറമാച്ചി ബക്കോഫു, അവരുടെ പേര് വേറൊരു ഗ്രൂപ്പിലേക്ക് വരികയാണ്. അപ്പോ 1573 മുതൽ 1603 വരെ ഒരു പുതിയൊരു ഗ്രൂപ്പ് ഡയാമോ ഹൗസസ് എന്ന് പറഞ്ഞ് അവര് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ജപ്പാന്റെ പല ഭാഗങ്ങളും 1573 മുതൽ 1603 വരെ ഡയമോ ഹൗസസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇതില് ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ഈ കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോ ജാപ്പാൻ ഹിസ്റ്ററിയിൽ എല്ലാരും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർക്കുണ്ട്. എങ്ങനെയാണ് ഇത് ഈ ചരിത്രത്തിൽ ഈ പല വിധത്തിലുള്ള രാഷ്ട്രീയ ഗ്രൂപ്പുകൾ വന്നത്? പൊളിറ്റിക്കലി നമ്മൾ ക്ലാസിക്കൽ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഹൈനാൻ, ഇതാണ് അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ്. 794 മുതൽ 1180 വരെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഈ പീരീഡിലാണ് ഗവൺമെന്റ്, രാജാവിന്റെ ഇമ്പീരിയൽ ഗവൺമെന്റ് വളരെ ഡോമിനന്റ്, വളരെ പവർഫുൾ ആണ്. അത് കഴിഞ്ഞിട്ട് വാരിയർ ഗ്രൂപ്പ്, അതായത് ബക്കാഫു ഓഫ് കമക്കൂറ ദ ഗവൺമെന്റ്, അതാണിത്. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം കിമുഗോ റെസ്റ്റോറേഷൻ. അപ്പൊ ഇവിടെ ഒരു വേറൊരു ഗ്രൂപ്പാണ് കിമുഗോ. ഇവരുടെ പവർ വന്ന് അവരുടെ പവറിലേക്ക് അവര് പവർഫുൾ ആവുമ്പോ സമയം 1333 തുടങ്ങി. അതായത് കമകുരു എൻഡ് ചെയ്യുന്നു, കിമുഗോ റെസ്റ്റോറേഷനിലേക്ക് വരുന്നു. അവർ തിരിച്ച് പദവിയിലേക്ക് വരുന്നു 1336. പിന്നെ അഗെയിൻ മാറി ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റില് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഇങ്ങനെ റൊട്ടേഷനിൽ വരുന്നമാർ തന്നെ ഇവിടെ അടുത്തതായിട്ട് അത് പവർ, റൂളിംഗ് പവർ വാരിയർ ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകുന്നു. അഷിഗാഗ ഓർ മുറമാച്ചി ബക്കോഫു അവരുടെ സമയം തുടങ്ങുന്നത്, അതായത് പ്രീവിയസ് ഞാൻ പറഞ്ഞ കെമുഗു
അവസാനിക്കുമ്പോൾ 1336 മുതൽ മൊറമോച്ചി ബക്കോഫു അല്ലെങ്കിൽ അഷിക്ക എന്ന് പറയും. ആ പീരീഡ് അല്ലെങ്കിൽ ആ കാലഘട്ടം 1573 വരെ പോകുന്നു. ഇനി ഈ പീരീഡിന് ഡയാമോസിന്റെ മിലിറ്ററി കോൺഫ്ലിക്ട്സിന്റെ അതിന്റെ സമയത്ത് ഒഡനോബോഗ്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിന്റെ ഈ എമർജൻസി പവർഫുൾ ആയിട്ടുള്ള ടൈമാണ് ഒഡേഗ നെബോഗ്വ. അതിനുശേഷം വരുന്നത് ടൊയോമി ഹിഡാഷി, അതിനുശേഷം തൊക്കുഗ ലിയാസു എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാണ്. തൊക്കുഗാവ റൂള് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നു 1603 മുതൽ 1868 വരെ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് 1868 മുതൽ ഒരു റവല്യൂഷണറിയും ഒരു മോഡേൺ നേഷൻ വരുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് വന്നു പോകുന്നത്. ഈ ക്ലാസിഫിക്കേഷന് നമ്മൾ പറയുന്നതാണ് പീരീഡൈസേഷൻ അല്ലെങ്കിൽ ഒരു കാലഘട്ടം. ഇനി റൂളിംഗ് ഡൈനാസ്റ്റീസ് ആരൊക്കെയാണ് വന്നു പോകുന്നത് നോക്കാം. ഇതില് ജാപ്പനീസ് ഹിസ്റ്ററിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നുണ്ട്. ഹെനേനിയൻ ഗ്രൂപ്പ് ആദ്യത്തെ പീക്കായിട്ടുള്ള ജാപ്പനീസ് സിവിലൈസേഷൻ ആയിരുന്നു. അവരുടെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. ഇമ്പീരിയൽ ഗവൺമെന്റ്, റൂളിംഗ് ഗവൺമെന്റ് ആണ് പവർഫുൾ ആയിരുന്നത്. ഇത് നേരത്തെ തന്നെ പറഞ്ഞ മാതിരി തന്നെ ഡൈനാസ്റ്റി മാറി മാറി വരുന്നു. ഇനി ഈ ഡൈനാസ്റ്റി മാറി വരുന്നതിൽ ഹിസ്റ്ററിയിൽ 3 കാലഘട്ടമായിട്ടാണ് പറയുന്നത്. ഹിസ്റ്റോറിയൻ കൊൺറാഡ് ടോട്ട്മാൻ പറയുന്നത് ഈ 3 സ്റ്റേജ് ആയിട്ടാണ്. ഫോർജർ, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ, അത് ആദ്യത്തെ സ്റ്റേജ്. അതായത് ആ സമയത്ത് അവര് അഗ്രികൾച്ചറൽ ഫിഫ് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂഡലിസം അത് കർഷകരായിട്ടുള്ള ഒരു കാലഘട്ടം. അടുത്ത് വന്നത് അവർക്ക് കർഷകർ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലും നമ്മൾ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ നമ്മൾ റൂട്ട് മണ്ണിൽ നിന്ന് കിട്ടുന്നത്, ഭൂമിയിൽ നിന്ന് കിട്ടുന്നത് മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെയാണ് അഗ്രികൾച്ചർ വരുന്നത്. സെക്കൻഡ് പീരീഡ് നമ്മൾ നോക്കുന്നു, പല വിധത്തിലുള്ള അഗ്രികൾച്ചറിലാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. തേർഡ് സ്റ്റേജിലേക്ക് ആകുമ്പോഴത്തേക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റി വരുന്നു. അതിനെ ടൊട്ടുമൻ വിളിക്കുന്നത് എക്സ്പ്ലോയിറ്റേഴ്സ് ഓഫ് ദ ഡെഡ്. മരിച്ചുപോയവര് വെച്ചിട്ട് പോയത് നമ്മളെടുത്ത് ഉപയോഗിക്കുക, അതാണ് എക്സ്പ്ലോയിറ്റേഴ്സ് ഓഫ് ദ ഡെഡ്. അത് മാത്രമല്ല, അവിടെ നമ്മളിപ്പോ കഴിക്കുന്ന മാങ്ങകളൊന്നും നമ്മൾ വെച്ചുണ്ടാക്കിയതല്ല, നമ്മുടെ പൂർവികർ വെച്ചുണ്ടാക്കിയിട്ടുള്ള മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ബലവൃക്ഷങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അത് തന്നെയാണ് അർത്ഥം. അപ്പോൾ ആ പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനെ അനുഭവിച്ചിട്ട് അതിനെ ഫോസിൽ ഫ്യൂവൽ മാറി, അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ പിൻഗാമികൾ കൃഷി ചെയ്തതിനെ നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉപയോഗിച്ചു വരുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് കുറയാനും സാധ്യതയുണ്ട്. ഡിപ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറയുക പണ്ട് ഉണ്ടായിരുന്നതിൽ നിന്നും ഫോസിൽ ഫ്യൂവലായി മാറിയും റിസോഴ്സസിനെ പല വിധത്തിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഡിപ്ലീഷൻ വരും. ഡിപ്ലീഷൻ എന്ന് വെച്ചാൽ കുറഞ്ഞു വരിക. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത്, നാളെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ പിൻഗാമികൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ഒരു മരം വലുതായി വനമഹോത്സവം നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാരണം വർഷങ്ങളോളം എടുക്കും മരങ്ങൾ വലുതായി വരാനും നാച്ചുറലായിട്ട് ഓക്സിജൻ കിട്ടാനും. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിൻഗാമികൾക്ക് ഓക്സിജൻ ഇല്ലാണ്ടി പോകും. നമ്മൾ ഇങ്ങനെ ഡിഫോറസ്റ്റേഷൻ ചെയ്തു പോയാൽ എന്നുള്ള എൻവയറമെന്റൽ സയന്റിസ്റ്റ് ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോ ഐസ് ഏജിലും വരുന്നത് മാതിരി തന്നെ. അപ്പോ ഈ പീരീഡ് ഇനി എങ്ങനെയാണ് ക്ലാസിക്കൽ ജപ്പാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചാൽ, ആ കാലഘട്ടത്തിൽ 794 മുതൽ ജപ്പാന്റെ ക്യാപിറ്റൽ ആയിരുന്നു. ആ ക്യാപിറ്റൽ എവിടെയാ ഉണ്ടാക്കിയത് വെച്ചാൽ ഹൈനാൻകോ എന്ന് പറഞ്ഞത്. അപ്പോ ആ പവർ ഷിഫ്റ്റിംഗ്, അവരുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ അധികാരം അടുത്ത ഗ്രൂപ്പായ വാരിയർ അല്ലെങ്കിൽ സോൾജിയർ ഗവൺമെന്റിലേക്ക് മാറുന്നു 1858
1185. ഈ 400 വർഷം ചൈനീസിന്റെ ഇൻഫ്ലുവൻസ് ഏതൊക്കെ വിധത്തിലാണ് ചൈനീസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാല്, നമ്മളുടെ ഇന്ത്യയിലാണ് ബുദ്ധിസം ഉണ്ടായെങ്കിൽ കൂടെയും ബുദ്ധിസത്തിന്റെ തുടക്കം ഇന്ത്യൻ സാമ്രാജ്യത്തിലാണ്. പക്ഷെ അത് ഇന്ത്യയിൽ ഇപ്പോൾ വളരെ കുറവാണ്. കാരണം ഇത് നെയ്ബേഴ്സ് ആയ ജപ്പാനിലും ചൈനയിലും തായ്വാനിലും ഒക്കെ മാറി അവരാണ് കൂടുതൽ ബുദ്ധിസം ഫോളോ ചെയ്യുന്നത്. ബുദ്ധ ലാമാസും ബുദ്ധ മൊണാസ്ട്രീസും അവരാണ് ഈ അഡോപ്ഷൻ, ഈ ഈ പുതിയതായിട്ട് ഇന്ത്യയിൽ ഉണ്ടായ ബുദ്ധിസം ജൈനിസം ഒക്കെ ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞു പോയി. അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ അത് കൊടുത്ത് കുറച്ചുകൂടെ കാര്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു മതമായി മാറി. ഇതേമാതിരി തന്നെ ചൈനയിലും പല പല കുങ്ഫു, അതേമാതിരി കളരി, കൈറ്റ്, ഇതൊക്കെ ഇന്ത്യയില് ഇവിടത്തെ ബുദ്ധിസ്റ്റ് മോങ്സ് സെൽഫ് ഡിഫെൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. പുറം കാലങ്ങളിൽ അത് വേറെ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ കുങ്ഫു ഫൈറ്റ് അല്ലെങ്കിൽ പല വിധത്തിലുള്ള പേരിൽ തിരിച്ചു വരികയും ചെയ്യുന്നു. കാരണം വേരറ്റ് പോയി ഇവിടെ നിന്ന് നല്ലപോലെ വേരോടി പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ പുതിയതായിട്ടുള്ള സിംപ്ലിസിറ്റി, ബുദ്ധിസത്തിന്റെ സിംപ്ലിസിറ്റി അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റി. അപ്പൊ ഇത് ഈ എംപറർ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധികാരികൾ അത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് റിലീജിയനായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും, അശോകയുടെ കാലത്തൊക്കെ നമ്മുടെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ട് രാജാവ് മകനെയും മകളെയൊക്കെ പല നെയ്ബർഹുഡിലൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെയാണത് സ്പ്രെഡ് ആവുന്നത്. ഇനി ഇതിലും ഈ ബുദ്ധ ചരിത്രത്തിൽ നമ്മൾ സ്റ്റേറ്റ് റിലീജിയൻ ആക്കി മാറ്റുകയാണ്. അപ്പൊ സ്റ്റേറ്റ് റിലീജിയൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ചൈനീസ് ലാംഗ്വേജ് പഠിച്ചവരും വലിയ ഫിലോസഫി അറിയുന്നവരും ഒക്കെ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആക്കി മാറ്റുകയും ബുദ്ധിസത്തിനെ അവർ പ്രാക്ടീസ് ചെയ്യുകയും അതിൽ നമ്മുടെ നാട്ടിൽ ആ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് അധികം പ്രാധാന്യമില്ലെങ്കിൽ കൂടെയും ഇവിടെ നമുക്ക് കാണാം ബുദ്ധിസത്തില് അവര് ബുദ്ധഭിക്ഷുവായിട്ട് സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവർക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്നവരും പ്രീച്ച് ചെയ്യാൻ അറിയുന്നവരൊക്കെ ബുദ്ധിസത്തില് ഉപയോഗിച്ചിട്ടുണ്ട്. റിലീജിയസ് വൈസ് എന്താ അതിന്റെ സിംപ്ലിസിറ്റി കാരണം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പോ കാളിദാസന്റെ സമയത്ത്, സാംസ്ക്രിറ്റ് ആയിരുന്ന സമയത്ത് ഈ സിമ്പിളായ പാലി ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴത്തേക്കും സാധാരണ സ്ത്രീകൾ എഴുതാൻ തുടങ്ങി, അവനവന്റെ ഭാഷയിൽ എഴുതാൻ തുടങ്ങി ഇന്ത്യയിൽ. അതേമാതിരി തന്നെ ജപ്പാനിലും നമുക്ക് കാണാം അവര് സ്ത്രീകൾ റൈറ്റേഴ്സ് ആവുക, എഴുത്തുകാരാവുക. ആ എഴുത്തിൽ കൂടെ അവര് ജനതയെ ഉദ്ബോധിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട നോളജ് കൊടുക്കുക. അതാണ് ഈ ലാംഗ്വേജ്. പക്ഷെ അവർ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് സ്വന്തം ഭാഷയുടെ ലാംഗ്വേജ്, ജാപ്പനീസ് ലാംഗ്വേജ് ആണ്. അവര് ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ സംസാരിക്കുന്നോ അതേമാതിരി തന്നെയാണ് എഴുതുന്നത്. അല്ലാണ്ട് നമ്മുടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന മാതിരിയല്ല എഴുതുമ്പോൾ റിട്ടൺ ലാംഗ്വേജ് വ്യത്യാസമുണ്ട്, സംസാര ഭാഷ വ്യത്യാസമുണ്ട്. സ്പോക്കൺ ലാംഗ്വേജും റിട്ടൺ ലാംഗ്വേജും വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിൽ, അതേമാതിരി ബാക്കി ലാംഗ്വേജിന്. അപ്പോൾ ചൈനീസ് ലാംഗ്വേജ് അല്ല ഉപയോഗിച്ചത്, ജാപ്പനീസ് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യാനും സൊസൈറ്റിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റി. ഇനി ഇതിൽ തന്നെ നോവൽ വരെ എഴുതിയിട്ടുണ്ട്. മുർക്കാമി ഷിബോക്കോ ആ ജാപ്പനീസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് അവർ ചൈനീസ് ക്യാരക്ടേഴ്സ് അല്ല ജാപ്പനീസ് ക്യാരക്ടേഴ്സ് ആണ് കൊണ്ടുവന്നിട്ട് അവര് നമ്മളുടെ സാൻസ്ക്രിറ്റിന്റെ മാതിരി അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷിന്റെ ഉള്ള ഷേക്സ്പിയറിന്റെ ആ ലെവലിലേക്ക്, അതായത് മുറക്കാമിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം, വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് എന്ന് വേണം പറയാനായിട്ട്. ഈ ചൈനീസ് ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടും ചൈനീസ് ഫിലോസഫി ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടും ലിറ്ററേച്ചർ ഇതുമാതിരി ഉള്ളത് കൊണ്ടും വലിയതായിട്ടുള്ള ഒരു ബുദ്ധിപരമായ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ലൈഫില് സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടിപ്പോയി ആ കാലഘട്ടത്തിൽ. അത്രയ്ക്കും അത് ടെയിൽ ഓഫ് ഗെൻചി എന്നുള്ള നോവല് വഴി
ആ സമയത്ത് വളരെ കാര്യമായിട്ട് ജാപ്പനീസിന്റെ സ്റ്റോറീസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതിന്റെ അർത്ഥം അവര് സ്ത്രീകളെ എഴുത്തുകാരായി, കവിയോ കവിയത്രിയോ ആയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. ഇനി കമ്പാരിസേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ പല വിധത്തിലുള്ള കമ്പാരിസേഷൻ ചെയ്യുന്നുണ്ട്. ടാങ് ഡൈനാസ്റ്റി തുടങ്ങി ചൈനയിൽ ഉണ്ടായിരുന്നവരെ ജാപ്പനീസ് ഐഡിയാസിൽ ഡൈനാസ്റ്റി എടുത്തെടുത്ത് വരികയാണ്. അപ്പൊ ഇവിടെ എംപറർ ആണ് അല്ലെങ്കിൽ രാജാവാണ് സോൾ റൂളർ. പക്ഷെ അവിടെ ഡിവൈൻ റൈറ്റ് തിയറി ഇല്ല. ഡിവൈൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്കാണ് അധികാരം, ദൈവം തന്ന അധികാരം. അത് ഇംഗ്ലണ്ടിലുണ്ട് ഡിവൈൻ റൈറ്റ് തിയറി, ഫ്രാൻസിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചൈനയില് ഒരു ഡെവലപ്മെന്റ് വരുന്ന ഒപ്പം തന്നെ സ്ട്രോങ് ആയിട്ടും വരുന്നുണ്ട്. ഓർഗനൈസേഷൻസ് എല്ലാവിധ പോസ്റ്റ് ഹെറിഡിറ്ററി ആയിട്ട്, അതായത് അവരുടെ രാഷ്ട്രീയമായിട്ട് അവരുടെ തലമുറക്കാര് അവരാണ് ഓരോ നല്ല പോസ്റ്റ് മാനേജ് ചെയ്ത് വന്നത്. ഹെറിഡിറ്ററി നോബിൾസ് എന്ന് വെച്ചാൽ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ചൈനയിലെ ബ്യൂറോക്രസി ഓർഗനൈസേഷൻ എല്ലാം തലപ്പത്തുള്ളവരൊക്കെ അച്ഛൻ കഴിഞ്ഞ മകൻ, മകൻ കഴിഞ്ഞ കൊച്ചുമകൻ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഹെറിഡിറ്ററി എന്ന് പറയാം. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മിലിറ്ററി ഓർഗനൈസേഷനിലൊക്കെ കൊണ്ടുവന്നു. കളക്റ്റായ ടാക്സ് കളക്ഷൻ കൊണ്ടുവരിക, അതിന് റിറ്റ്സിയോറിയോ എന്ന് പറയും. പീനൽ കോഡ്, സിവിൽ കോഡ് സിസ്റ്റം കൊണ്ടുവന്ന് ടാക്സ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്യാനായിട്ടും മാത്രമല്ല അതിന് അധികാരികളെയും ഏർപ്പാട് ചെയ്യുക. പിന്നെ രാജ്യത്തിന് പല ഭാഗമായിട്ട് പ്രോവിൻസ് ചെയ്യുക, അതായത് തരംതിരിക്കുക. അവിടെയൊക്കെ ഒരു ഗവർണറെ വെക്കുക. അപ്പൊ ഗവർണറുടെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാനും രാജാവിനെ എത്തിക്കാനും. അതേമാതിരി തന്നെ റിലീജിയസ് പ്രാക്ടീസിന് എല്ലാവിധ മതപരമായ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ഓഫീസും അത് നോക്കാൻ വേണ്ടുന്ന അധികാരികളെയും ഏർപ്പാട് ചെയ്തു. ഇമിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറാണ്. നോട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തല്ല, ഒരു ജോമോൻ കൾച്ചർ ഗ്രൂപ്പാണ്. അവരെ തള്ളി 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 യൊയോഹി എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോവുകയാണ് അവര്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നോർത്തിലുള്ളവര് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളവര് അവരുടെ സെറ്റിൽമെന്റ് അവര് എന്താ ചെയ്യുക? അവരുടെ പണി കൃഷിയാണ്, അഗ്രികൾച്ചറാണ്. ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ പിന്നെ ഐനു എന്ന് പറയും. അതായത് ഐനു എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ജപ്പാനിന്റെ ഒറിജിനൽ ആയിട്ടുള്ളവരാണ്. ഇപ്പൊ നിങ്ങൾ അമേരിക്കൻ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ മാച്ചു പിച്ചു, ഓക്കെ, അതേമാതിരി അമേരിക്കൻ റെഡ് ഇന്ത്യൻസ്, അവരെ നമ്മൾ അത് ആദിവാസികൾ എന്ന് പറയില്ലേ, അതേമാതിരി തന്നെ. അപ്പോൾ ആ ഓരോ രാജ്യത്തിലും അതിൻ്റെതായ അവരുടെ ഇൻഹാബിറ്റൻസ് ഉണ്ടാവും. അതാണ് നമ്മളിവിടെ ഇമെൻഷി എന്ന് പറഞ്ഞതിൽ ലേറ്റർ ഓൺ അവരുടെ പേര് മാറ്റി ഐനു എന്നാക്കി. ഐനു എന്ന് പറയുന്നവര് അവരുടെ ലാംഗ്വേജ് വ്യത്യാസമുണ്ട്, അവരുടെ കൾച്ചറൽ പ്രാക്ടീസ് വ്യത്യാസമുണ്ട്. ജാപ്പനീസിന്റെ മാതിരിയല്ല. കാരണം അവർ പ്രിമിറ്റീവ് ഗ്രൂപ്പാണ്, പഴയ ആൾക്കാരാണ്. അവരുടെ പഴയ തലമുറക്കാരാണ്. അവരുടെ ആദിവാസികളുടെ പ്രാക്ടീസ് അവര് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു എന്നർത്ഥം. ഇനി ഫാമിലിയൽ അതോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ട്രാപ്പിങ്സിൽ വരുന്നത് ഓരോ ഗ്രൂപ്പിലും ഇമ്പീരിയൽ സ്റ്റേറ്റിൽ വരുന്ന പവർ അത് ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് വെച്ചാല് ഓരോരുത്തരും അവരുടെ പവർ ബേസ് ചെയ്ത് ബ്യൂറോക്രാറ്റ്സി അനുസരിച്ചിട്ടാണ് മോഡൽ ചെയ്യുന്നത്. അതിന് എംപറർ ഫാമിലിയൽ അതോറിറ്റി, അച്ഛന്റെ അച്ഛൻ, മകൻ, അങ്ങനെ വരിക. ആ അതോറിറ്റി നമ്മളുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ, രാജകുടുംബത്തിന്റെ മൂത്ത മകൻ അടുത്ത രാജാവ്, പ്രിൻസ് അടുത്ത രാജാവും. അത് അവര് പ്രാക്ടീസ് ചെയ്തിരുന്നു, അവരുടെ ഇമ്പീരിയൽ പവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇനി പിന്നത്തെ ഒരു കാര്യം പറയാന്ന് പ്രൈവറ്റ് എസ്റ്റേറ്റ്. പ്രൈവറ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റിന് അവർ പറഞ്ഞത് ഷോഗൺ ആണ്. അത് ആ എസ്റ്റേറ്റുകളൊക്കെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അധികാരത്തിലുള്ളതാണ്. നമ്മള് രാജസൂയം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഈ
അശ്വമേധം നടത്തിയിട്ട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക, എന്നിട്ട് ആ സ്ഥലങ്ങൾ നമ്മുടെ രാജാവിന്റെ കൺട്രോളിൽ വരിക, സിംപ്ലി. അതേമാതിരി ഇവരുടെയും പ്രൈവറ്റ് എസ്റ്റേറ്റ് ഒക്കെ അവർ ഷോൺ എന്നാണ് പേര് പറഞ്ഞിരുന്നത്, കൺട്രോൾ ചെയ്തിരുന്നു. പിന്നെ പഴയ വാർദ്ധക്യത്തിൽ എത്തിയ രാജാവിനെ മാറ്റിയിട്ട് അവിടെ ഒരു ഇൻസൈ എന്ന് പറയും, റിട്ടയർഡ് എംപറേഴ്സ്. ഇൻസൈ എന്നവന് ഇരിക്കുന്ന പവർ ഇല്ല, പക്ഷെ എന്ത് ചെയ്യാം, അവിടെ ഒരു യങ് ആയ ഒരു രാജാവിനെ, മൈനറിന്, റീജൻസി എന്ന് പറയാൻ വേണമെങ്കിൽ യങ് ആയ ആളെ ഇരുത്തിയിട്ട്, അക്ബർ അങ്ങനെ ആയിരുന്നു. ആദ്യം പവർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ റൂളർ ആകുമ്പോൾ പ്രായമായ അങ്കിളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബാക്കിൽ നിന്ന് അവരുടെ ബിഹാഫ് ഓഫ് ചൈൽഡ് അല്ലെങ്കിൽ മൈനർ റീജന്റ് ഭരണം എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പവറൊക്കെ എക്സസൈസ് ചെയ്യുന്നത് ഗാർഡിയൻസ് ആയിരിക്കും. ആരാണോ റീജന്റ് അവരായിരിക്കും ഈ എക്സസൈസ് ചെയ്യുക. അപ്പൊ ആ റിട്ടയർഡ് പേഴ്സണിന്റെ ബുദ്ധിപ്രകാരം ഈ ഫാമിലിയില്, ഫുജിവാറ ഫാമിലിയിൽ ഉണ്ടായിരുന്നു ഇതേമാതിരിയുള്ള റിട്ടയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വിരക്തി എടുത്ത എംപറർ. പക്ഷെ അവര് അത് കഴിഞ്ഞ ശേഷം പിന്നെ എക്സസൈസ് ചെയ്തു വന്നത് സമുറായി ബാൻഡ് എന്നാണ്, അല്ലെങ്കിൽ ഗവർണേഴ്സ്. ആ സമുറായി എന്ന് പറയുന്നത് ഗവർണേഴ്സിനെയാണ്. ഈ ഇംപീരിയൽ പവർ ഞാൻ നേരത്തെ പറഞ്ഞത് ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടെയും കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്തിരുന്നു. ഫുജിവാറ ഫാമിലി കൺട്രോൾ ചെയ്യുന്നത് 794 മുതലാണ്. ഇവരുടെ പവർ റീജൻസ് വഴിയും, അത് മാത്രമല്ല കല്യാണം കഴിക്കുക, പരസ്പര രാജാവിന്റെ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം, മാട്രിമോണിയൽ അലയൻസ് വഴിയും റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അവര് പവറിലേക്ക് വരുന്നു. പിന്നെയും വരുന്നത് ജാപ്പനീസിന്റെ ഡിവിഷനില് ലെജിറ്റിമസി ആൻഡ് പവർ. എങ്ങനെ എന്റെ സ്ഥാനം പവർഫുൾ, എന്റെ സ്ഥാനം കണ്ടിന്യൂ ചെയ്തു പോകാം. അങ്ങനെ വരുമ്പോൾ പവറിനെ ഓരോ ഫാമിലിയിൽ നിന്നും വേറൊരു ഫാമിലിയിലേക്ക് മാറുമ്പോഴത്തേക്കും പവർഫുൾ ആയിട്ടുള്ളവരായിരിക്കും അടുത്ത അധികാരിയായിട്ട് വരിക. ആ ലെജിറ്റിമേറ്റ് നമുക്ക് ഇപ്പോ രാമായണത്തിലുണ്ടല്ലോ, ലെജിറ്റിമേറ്റ് ആയിട്ട് രാമനാണ് അധികാരമെങ്കിൽ കൂടിയും രാമന് പകരം ഭരതൻ ഫാമിലി രാമന്റെ ശിക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ അതിന്റെ പവറ് ഭരതൻ നോക്കിക്കൊണ്ടുവന്നു. അപ്പൊ ലെജിറ്റിമസി അവിടെ വരുന്നു. അപ്പൊ അങ്ങനെ ഇതേമാതിരി ഫ്യൂജിവാറ നോമിൻഷിക്കാണ് 966 മുതൽ 1828 വരെ ഭരിച്ചിരുന്നത്. ഇമ്പീരിയൽ പവർ വേറൊരു പവറിന് വേണ്ടി. ഹിയൻ കൾച്ചറിൽ നോക്കുമ്പോൾ ഈ അരിസ്റ്റോക്രാറ്റിക് കൾച്ചർ പല വയസ്സങ്ങളോട് പോയി. 10ാമത്തെയും 11ാമത്തെ സെഞ്ചുറിയിലാണ് കൂടുതലായിട്ട് സൊഫിസ്റ്റിക്കേഷൻ വരുന്നതും എസ്തെറ്റിക് ആയിട്ടുള്ള ഫിലോസഫി കൊണ്ടുവരുന്നത്. മെറ്റീരിയൽ പ്ലഷർ സിംപ്ലിഫൈ ചെയ്യുന്നു. ഡയറ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട്, റൈസ്, വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ് കഴിച്ചിരുന്നില്ല, പക്ഷെ മീറ്റ് കഴിച്ചിരുന്നു. അങ്ങനെ ടീ വന്നിട്ട് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് 9ാമത്തെ സെഞ്ചുറിയിൽ മെഡിക്കൽ വാല്യൂസിലാണ് ടീ ഉപയോഗിച്ചിരുന്നത്. അതേമാതിരി തന്നെ അവരുടെ കൾച്ചറാണ്, ഹേനിയൻ കൾച്ചറാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാളനെ ഉപയോഗിച്ചിട്ടുള്ള കാർട്ടായിരുന്നു കൂടുതലായിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. കൂടാണ്ട് ചെറിയ കപ്പലുകൾ, വലിയ വോയേജസിന് പോകാൻ പറ്റതാണെങ്കിലും, പക്ഷെ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻലാൻഡും ഐലൻഡും സ്മോൾ ഐലൻഡ്സും തമ്മിലുള്ള കണക്ഷന് ചെറിയ കപ്പലുകൾ ഉണ്ടാക്കി അങ്ങൊരു ട്രാവൽ ചെയ്ത് പോവുക, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക അവര് ഉപയോഗിച്ചിരുന്നു. ഈ ചെറിയ കപ്പലുകൾ വലിയ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി വലിയ ട്രാവൽ അവർ ചെയ്തിട്ടില്ല. പക്ഷെ ഐലൻഡും സ്മോൾ ഐലൻഡും മെയിൻലാൻഡും ആയിട്ടുള്ള കൾച്ചറിനും ട്രാൻസ്പോർട്ടിനും ബിസിനസ്സിനും അവർ ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. ഇനി സൈച്ചോ ടീച്ചിങ്സ് പറയുന്നത് ബുദ്ധിസം ജപ്പാനിലേക്ക് വരുന്നത് ചൈന വഴി, കൊറിയ വഴി. അപ്പോൾ ഈ റിലീജിയസ് ഫൗണ്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, അവരതിനെ സ്റ്റേറ്റ് റിലിജൻ ആക്കി മാറ്റി. എംപറർ ഷൊമോഗു 724 മുതൽ 749 വരെ ഒരു തൊഡാജി എന്ന് പറഞ്ഞ ഒരു ടെമ്പിൾ ഉണ്ടാക്കി. വുഡൻ സ്ട്രക്ചറിലാണ്, മരം കൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു മരങ്ങൾ, വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു, ആ മരങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ വുഡൻ സ്ട്രക്ചറിൽ ഒരു അമ്പലം ഉണ്ടാക്കുന്നുണ്ട് ഷൊമോഗു, എംപറർ ഷൊമോഗു. അത് കഴിഞ്ഞിട്ട് ഈ ബുദ്ധിസ്റ്റ്
സെറ്റ്, അതായത് ബുദ്ധിസം വിശ്വസിക്കുന്ന ആൾക്കാര്, തെനായി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്, കൊക്കൈ എന്ന് പറഞ്ഞിട്ട് 774 മുതൽ 735, ഷിമഗോൺ എന്ന് പറഞ്ഞാൽ സത്യസന്ധം, സത്യം, ട്രൂ വേർഡ്. ഇപ്പൊ ഓരോ ബുദ്ധഭിക്ഷു സൈച്ചുവിന്റെ ടീച്ചിങ്സ് ആണ് കൂടുതലായിട്ട് സ്പ്രെഡ് ആവുന്നത്. 767 മുതൽ 822 വരെ അത് ഡെവലപ്പ് ആവുന്നു. അങ്ങേരുടെ ടീച്ചിങ്സിനെയൊക്കെ ലോട്ടസ് സൂത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഈ താമരയുടെ, അതായത് നമ്മുടെ സാൻസ്ക്രിറ്റിലുള്ളതാണ്. നമ്മള് ഈവൻ ബുദ്ധൻ ഇരിക്കുന്നത് താമര, വിടർന്ന താമരയിൽ ഇരിക്കുന്നമാരായിട്ടുള്ള ബുദ്ധന്റെ കാലഘട്ടത്തിലും ഈ റിലീജിയസ് സെറ്റൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അതേമാതിരി തന്നെ ഇവിടെ ലോട്ടസ് സൂത്രയിലാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അവര് ഈ സൈച്ചുവിന്റെ വിശ്വാസം എന്താന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ വഴി നമുക്ക് ജ്ഞാനോദയം ഉണ്ടാകും. ഈ സെറ്റിനെ 9ാമത്തെ സെഞ്ചുറിയിലും 10ാമത്തെ സെഞ്ചുറിയിലും ഹെനേനിയൻ അരിസ്റ്റോക്രസിയും വരെ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് സെൻ, സോഡോ, പല വിധത്തിലുള്ള ബുദ്ധിസത്തിന് ചെറിയ ചെറിയ മൂവ്മെന്റ്സ് മാറി മാറി വരുന്നത് നമ്മൾ പരാമർശിക്കുന്നുണ്ട്. കോമ്പീറ്റിംഗ് പവേഴ്സ് ആയിട്ട് വരുന്നത്, അതായത് വളരെ പവർഫുൾ ആയിട്ട് വരുന്നത്, കൺട്രോൾ കിട്ടുന്നത് 1150 സമുറായി അല്ലെങ്കിൽ വാരിയർ ബാൻഡ്സ് ആണ്. അവരുടെ ലോയൽറ്റി ടു ദ ലീഡർ ഭയങ്കര എമർജ് ചെയ്യുന്നു. കാരണം അവര് നേതാവിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ലെവലിലുള്ള ലോയൽറ്റിയാണ്. അതുകൊണ്ടാണ് അവർക്ക് കോമ്പീറ്റിംഗ് പവർ കിട്ടുന്നത്. അത് മാത്രമല്ല, ഈ ഗ്രൂപ്പ് ഹൈറാർക്കിക്കലി ഓർഗനൈസ്ഡ് ആണ്. അത് രാജാവിന്റെ കിൻഷിപ്പും ആ രാജഭക്തി അല്ലെങ്കിൽ ആ രാജാവിനോടുള്ള ഭക്തി, അതാണ് അവിടെ കാണുന്നത്. മിനമോട്ടോ യൊറെഗോ ലീഡറാണ്, തയാറ ഗ്രൂപ്പിന്റെ ലീഡറാണ്. ഏറ്റവും മേജർ ഫാമിലിയില് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് അങ്ങേരെ മിനമോട്ടോ വരികയാണ്. 1147 മുതൽ 1199 വരെ തൈറ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ്. വളരെ പവർഫുൾ ആണ്, ഫാമിലി മെമ്പറാണ്, ഭയങ്കര പവർഫുൾ ലീഡർ. അപ്പൊ ആർക്ക് ശക്തിയുണ്ടോ സമുറായി ഗ്രൂപ്പില് അവര് പവറായിട്ട് വരും. ഇനി കിനായി എന്ന് പറയുന്നത് ഒരു ഒസാക്ക കിയാട്ടോ കിനായി എന്ന് പറയുന്നത് ഒരു സ്മോൾ എലൈറ്റ് ഗ്രൂപ്പ്, വലിയ എലൈറ്റ് ഗ്രൂപ്പ് അല്ല, പഠിച്ച ആൾക്കാരല്ല. പക്ഷെ ഒരു 11ാമത്തെ സെഞ്ചുറിയില് കിനായി എന്ന് പറഞ്ഞ റീജിയനില് ഒരു എക്സ്ട്രാക്ട്, അവര് റവന്യൂസ്, റിസോഴ്സസിൽ നിന്ന് റവന്യൂസ് എക്സ്ട്രാക്ട് ചെയ്യാം. 1190-190 പവർ, ഈ പവർ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ റവന്യൂ കൊണ്ട് പവർഫുൾ ആവുന്ന ഗ്രൂപ്പാണ് കിനായി. അവര് പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു ഇമ്പീരിയൽ ക്യാപിറ്റൽ കയോട്ടോ എന്ന് പറഞ്ഞ ഇമ്പീരിയൽ ക്യാപിറ്റൽ ടു കമഗോറ. അവരുടെ പവർ, അവരുടെ അധികാരം കമഗോറ ഗ്രൂപ്പിലേക്ക് മാറി പോവുകയാണ്. കമഗോറ ബഫാക്കു, ഞാൻ നേരത്തെ വേർഡ് പറഞ്ഞു, ടെന്റ് ഗവൺമെന്റ്, ടെമ്പററി ഗവൺമെന്റ്. ആ ഗവൺമെന്റ് റെഫർ ചെയ്തത് ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ആർമി, ഫീൽഡിലുള്ള ആർമിയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സ്, വൈഡർ റവന്യൂ ബേസും. സമുറായി എന്ന് പറയുന്നത് വാരിയർ ഗ്രൂപ്പാണ്. അവർ ഇപ്പോൾ പവർഫുൾ ആയിട്ട് ഈ ചെറിയ ഗ്രൂപ്പ് കെനായിനെയും പവർഫുൾ ആയിട്ട്, അവരെക്കാട്ടി പവർഫുൾ ആയിട്ട് അവർ കോമ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് അതോറിറ്റി 3 പവേഴ്സ് ആണ്, 3 പവേഴ്സ് പറയുന്നുണ്ട്. ഈ കുർദോ ദോഷിഗോ പറയുന്നത് 11ാമത്തെയും 15ാമത്തെയും സെഞ്ചുറിയിലാണ്. 3 വർക്കിംഗ് ടുഗദർ പവേഴ്സ്, 3 പവറാണത്. അതായത് ഫാമിലിന്റെ പവർ, കെനമോൺ ഓർ പവർഫുൾ ഫാമിലീസ്. ഒന്ന് കുർദോ പറയുന്നത് 3 ഗ്രൂപ്പ് ഫാമിലി. ഒന്ന് കോർട്ടിലുള്ളവര് ഹ്യൂജ്, പിന്നൊന്ന് സമുറായി അല്ലെങ്കിൽ വാരിയേഴ്സ്, പിന്നൊന്ന് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജിഷ. അപ്പോ ഈ കുർദോ പറയുന്ന കാര്യങ്ങളിൽ കൂടെ ഈ 3 ഗ്രൂപ്പ്, കോർട്ടിയേഴ്സും വാരിയേഴ്സും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സിസ്റ്റം ആക്കി, ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള, ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് പോവും, അങ്ങനെ ഒരു സിസ്റ്റം അവര് കൊണ്ടുവരുന്നു. ആ ട്രാൻസാക്ഷനാണ് ഇമ്പീരിയൽ പവേഴ്സിൽ നമുക്ക് 3 ഗ്രൂപ്പ്സ് ആയിട്ട് കണ്ടുവരുന്നത്. ഇനി യൊറമോട്ടോ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വാരിയർ ഗവൺമെന്റ് ആണ് ബഫോക്കുന്റെ.
അവരെ വർക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വരുന്നത് എംപററുടെ കൂടെയാണ്. പല വിധത്തിലുള്ള ടൈറ്റിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെയും അതിന് അതോറിറ്റി ഉണ്ടെങ്കിൽ കൂടെയും അവര് അതിന്റെ ഒരു ടൈറ്റിലാണ് ബർബേറിയൻ സബ്ഡ്യൂയിങ് ജനറലൈസോ. അതായത് ഒരു ഷിമോയി സാധാരണ ഷോഗൺ വലിയ ഒരു പവർഫുൾ ആയിട്ട് വരിക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പിന്നെ അടുത്ത ബാക്ക് ഓഫ് വരുന്നത് അഷിക 1333 മുതൽ 1573 വരെ. അതിന്റെ വേറൊരു പേരാണ് മുറമോച്ചി. അതായത് ഇതിനെ എംപറർ അല്ലെങ്കിൽ രാജാവാണ് ഇങ്ങനെ ഈ പേരുകൾ കൊടുക്കുന്നതും അധികാരം കൊടുക്കുന്നതും. ഈ മെഡീവൽ ജപ്പാനിൽ നിന്ന് അല്ലെങ്കിൽ പതുക്കെ കമകോരോ ബാഫു 1180 വന്ന് അവർ സ്കോളേഴ്സ് ആവുന്നു. ആ കമകോര ട്രാൻസിഷൻ പീരീഡ്, ചേഞ്ച് പീരീഡ്, ഹെനേനിയൻ പീരീഡിൽ നിന്ന് ഇതിലേക്ക് വരികയും അതിന് നല്ല പവർഫുൾ ആയിട്ടുള്ള റൂള് വരുമ്പോഴത്തേക്കും അഷിക ഒരു പുതിയ ടൈപ്പ് റൂള് കൊണ്ടുവരുന്നു. ആ ഷിഫ്റ്റിനെയാണ് നമ്മൾ മിലിറ്ററി പവറിനെ ബേസിസ് ആയിട്ട് റൂൾ ചെയ്ത് അവരെ ലെജിറ്റിമസി, നിങ്ങൾക്ക് സ്ഥാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ള സ്റ്റേറ്റസ് ശരിയായിട്ട് വരുന്നത് അങ്ങനെയാണ്. ഇനി ഗൊമഗൊറ ബഫുക്കു ഡിഫീറ്റ് ചെയ്യുന്നത് എംപറർ ഗോഡയാങ്കോ. അഷിക വാരിയർ ഗവൺമെന്റ് ആണ്. ഈ റാപ്പിഡ് ചേഞ്ചിൽ അല്ലെങ്കിൽ ഈ പെട്ടെന്നുള്ള ചേഞ്ചിൽ പൊളിറ്റിക്കൽ പവർ ഡയാമിക്കോന്റെ കയ്യിൽ നിന്നും റീജിയണൽ ലോർഡ്സ് എക്സസൈസ് ചെയ്യുമ്പോൾ അവര് ഹൈ ഡിഗ്രി ഓട്ടോണമി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓട്ടോണമി തന്റെ സ്ഥാനം ഞാൻ പറയുന്നത് ശരിക്കുക. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും അവര് പല സ്ഥലങ്ങൾ എൻക്രോച്ച് ചെയ്ത് ലാൻഡ് എടുക്കുകയും അതേമാതിരി ലോർഡ്സിനെ പിടിക്കുകയും അതേമാതിരി തന്നെ ലീഡിങ് ഇൻസ്റ്റെബിലിറ്റി, അതിനാണ് ടേംഡ് ഗിക്കോച്ചോ എന്ന് പറയുന്നത്. അതായത് സ്റ്റെബിലിറ്റി ഇല്ല. അതായത് താഴെയുള്ളവർ നമ്മളെ ഉയർത്തി മറിക്കുന്നു. റിലീജിയസ് സെന്റേഴ്സും വേറെ വലിയൊരു ഇമ്പോർട്ടൻ്റ് പാർട്ട് ഇതിൽ വരുന്നുണ്ട്. മേജർ റിലീജിയസ് സെന്റേഴ്സ് തെൻഡായി സെക്ടർ, നാര ടെമ്പിൾസ്, കൊഫോജി, ഇതൊക്കെ ഡോമിനേറ്റിംഗ് ആയിട്ട് വരാണ്. ഫിലോസഫിയും റിലീജിയനും കൂടെ മിക്സഡ് ആയിട്ട് അരിസ്റ്റോക്രസിയിൽ വരുന്നു. അത് മൗണ്ട് കോയൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ഷിനോഗൻ സിറ്റ് ഓഫ് ബുദ്ധിസം. ഇനി ഷിനോഗനില് ബുദ്ധിസ്റ്റ് സെക്സ് പല വിധത്തിൽ നടന്ന് പേട്രോണൈസ് ചെയ്യുന്നത് രാജാവിന്റെ സപ്പോർട്ടോടുകൂടി അവര് പേട്രോണൈസ് ചെയ്യുന്നു. ഭയങ്കരമായിട്ടുള്ള എഴുത്തുകുത്തുകൾ, ഇൻഫ്ലുവൻഷ്യൽ റൈറ്റിംഗ്സ് ചെയ്യുന്നു. അതേമാതിരി തന്നെ റിലീജിയൻ സ്പ്രെഡ് ചെയ്യുന്നു. ആൾക്കാരുടെ ഇന്റലക്ച്വൽ ലൈഫിന് ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി കൊടുത്ത് വരികയെന്ന്. ഇനി സെൻ ബുദ്ധിസം, പല വിധത്തിലുള്ള ബുദ്ധിസം ഡിവൈഡ് ചെയ്ത് 2 സെറ്റായിട്ട് മാറാണ് ബുദ്ധം. സോട്ടോറൻസി നമ്മുടെ ഇന്ത്യയിലും ഹീനയാനിസം ബുദ്ധിയാനിസം എന്ന് പറഞ്ഞിട്ട് മാറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇവിടെയും നമുക്ക് സെറ്റ്സ് അവരുടെ ചേഞ്ചസ് കാണാൻ പറ്റും. ആ ചേഞ്ചിൽ കൂടെ ഏറ്റവും പവർഫുൾ ആയിട്ട് വന്നത് സെൻ വാരിയേഴ്സ് ആണ്. അവർ കണക്ഷൻസ് ചൈനയുമായിട്ട് വെച്ചിരുന്നു. അതുമാതിരി തന്നെ അവര് ട്രിബ്യൂട്ട്സ് മിഷണറി വർക്ക് ചെയ്യുകയും അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ബാറ്റിൽസ്, ഒരുപാട് ബാറ്റിൽസ് അവർ ഇക്വാളിറ്റിക്കും സെമറായി ഗവൺമെന്റിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അമിഡ ബുദ്ധിസം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂഡൽ ലോട്ട്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നു അവരുടെ ലാൻഡിനെയൊക്കെ. അതിനുശേഷം 3 ഫിഗേഴ്സ് പർട്ടിക്കുലർ ആയിട്ട് 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 3 ക്യാരക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവരുടെ പരസ്പരം വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും ഉപകാരപ്പെട്ടിരുന്നു. ഇനി നൊബോഗുവ എന്ന് പറയുന്നത് ഡയമോ ആണ്. അതില് ഈ പവർ മൊണാസ്ട്രീന്റെയും വില്ലേജിന്റെയും ഇക്കോ കൊണ്ടുവരുന്നുണ്ട്. ഈ മൊണാസ്ട്രികൾ വഴി അവര് സെൻട്രലൈസ് ചെയ്ത് പവർ ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇനി നൊബോഗുവന്റെ ഡെത്തിന്റെ സമയം വരയ്ക്കും ആൾക്കാർ ലാൻഡ് ടാക്സ് പേയ്മെന്റും അതേമാതിരി തന്നെ ഡിസാം ചെയ്ത് ആർമീനെ ഒക്കെ പെസൻട്രി ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നു. ആർമീനെ തിരിച്ച് അവരുടെ പവറിലേക്ക് കൊണ്ടുവരുന്നു. റൂൾസ് എടുക്കുകയാണ് ഡൊമോഗുവ. ആ യൂണിഫോമിറ്റി, ഒരു വെയിറ്റ് മെഷറിംഗ് സിസ്റ്റം പിന്നെ ബിസിനസ്സിലും ഒന്ന് കൊണ്ടുവന്നു. കമാൻഡർ റൂളറാണ് ലീഡറായിട്ട് വരുന്നത്. ആ ലീഡറാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഹിരോഷിയുടെ ഇൻവേഷൻസ് പലതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. ആ ഗവൺമെന്റ് വഴി ഇൻവേഷൻസ് എല്ലാം അവർ സപ്പോർട്ട് ചെയ്തിട്ട്
തൊക്കുക ഗവൺമെന്റ് പവറിലേക്ക് കൊണ്ടുവരുന്നു. കൊക്കിഡോയില എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുട്ബോൾ ഇതാണ് തൊക്കുക റിലീജിയനില്. അതിലെ എക്സ്റ്റൻഷൻ കൊണ്ട് മസിമ മധു മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.